മമ്മൂട്ടി മോഹൻലാൽ ആരാധകരുടെ പരസ്പരമുള്ള ഗോഗോ വിളികൾ ഇതാദ്യ സംഭവമല്ല. അടുത്തിടെ പുലിമുരുകൻ, തോപ്പിൽ ജോപ്പൻ എന്നീ ചിത്രങ്ങളുടെ പേരിലായിരുന്നു ഇരുവരുടെയും ആരാധകർ ശീതയുദ്ധത്തിൽ ഏർപ്പെട്ടത്. പുലിമുരുകനാണ് പല കാരണങ്ങൾ കൊണ്ടും കൂടുതൽ വിജയം കൊയ്തത് എന്ന് തന്നെ പറയാം. ഇരു താരങ്ങളുടെയും ചിത്രങ്ങൾ ഒരുമിച്ച് റിലീസ് ചെയ്യപ്പെട്ടപ്പോൾ മുൻപുള്ള അനുഭവങ്ങൾ ഇങ്ങനെ തന്നെയാണ്. മമ്മൂട്ടിയുടെ കാഴ്ച, മോഹൻലാലിന്റെ നാട്ടുരാജാവ് എന്നിവ 2004 തിയേറ്ററുകളിലെത്തിയപ്പോൾ 5 സംസ്ഥാന അവാർഡുകളും നിരൂപക പ്രശംസകളുമെല്ലാം നേടാൻ കാഴ്ചയ്ക്കായി. എന്നാൽ ഒരു ശരാശരി ചിത്രത്തിൽ കവിഞ്ഞൊന്നും നാട്ടുരാജാവിന് അവകാശപ്പെടാനുണ്ടായില്ല. 2006 ഓണം റിലീസായി എത്തിയ മമ്മൂട്ടി ചിത്രം ഭാർഗവചരിതം 3-ാം ഖണ്ഡം, മോഹൻലാൽ ചിത്രം മഹാസമുദ്രം എന്നിവ ദയനീയമായി ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. 2007 എത്തിയ മിഷൻ 90 ഡേയ്സ് ഹലോ യുദ്ധത്തിൽ ഹലോ ആണ് മുൻപന്തിയിലെത്തിയത്. ഇരുവരുടെയും ആരാധകരെ തൃപ്തിപ്പെടുത്താൻ ആ വർഷം പുറത്തിറങ്ങിയ ബിഗ് ബി, ഛോട്ടാ മുംബൈ എന്നിവയ്ക്കായി. 2008 പുറത്തിറങ്ങിയ അണ്ണൻ തമ്പി, ഇന്നത്തെ ചിന്താവിഷയം എന്നീ ചിത്രങ്ങളും വിജയം കൊയ്തു. 2009 പഴശ്ശിരാജയും ഏഞ്ചൽ ജോണും ഏറ്റുമുട്ടിയപ്പോൾ പഴശ്ശിരാജയാണ് മുൻപന്തിയിലെത്തിയത്. 2010 പ്രാഞ്ചിയേട്ടനും ഷിക്കാറും തിയേറ്ററുകളിലെത്തിയപ്പോൾ പ്രാഞ്ചിയേട്ടനാണ് പ്രേക്ഷകർ കൂടുതൽ നെഞ്ചിലേറ്റിയത്. 2014 ഒരേ സമയം റിലീസ് ചെയ്ത പെരിച്ചാഴി, രാജാധിരാജ എന്നീ ചിത്രങ്ങളിൽ പെരിച്ചാഴി മുന്നിട്ട് നിന്നു. 2015 ഉട്ടോപ്പിയയിലെ രാജാവ്, ലോഹം എന്നീ ചിത്രങ്ങൾ വീണ്ടും മമ്മൂട്ടി മോഹൻലാൽ ആരാധകരെ നിരാശയിലാക്കി എന്ന് തന്നെ പറയാം. വരും വർഷം ഇരു താരങ്ങൾക്കും ഭാഗ്യവർഷം തന്നെയാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം.